കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള മോസ്ക് എവിടെയാണ്? എ. കൊടുങ്ങല്ലൂർ, ബി. പൊന്നാനി, സി. തലശ്ശേരി, ഡി. കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള മോസ്ക് എവിടെയാണ്? ഉത്തരം എ. കൊടുങ്ങല്ലൂർ. കേരളത്തിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ഏത്? എ. സൈലന്റ് വാലി, ബി. മുത്തങ്ങ, സി. പെരിയാർ, ഡി. ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ഏത്? ഉത്തരം ഡി. ഇരവികുളം. ഇരവികുളം വന്യജീവി സങ്കേതം നിലവിൽ വന്നത് എന്നാണ്? എ. 1975, ബി. 1977, സി. 1978, ഡി. 1979. ഇരവികുളം വന്യജീവി സങ്കേതം നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം സി. 1978. ഇരവികുളം വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? എ. മലപ്പുറം, ബി. വയനാട്, സി. ഇടുക്കി, ഡി. എറണാകുളം. ഇരവികുളം വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം സി. ഇടുക്കി. കേരളത്തിൽ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമുള്ള ദേശീയ ഉദ്യാനം ഏത്? എ. പറമ്പിക്കുളം, ബി. പെരിയാർ, സി. മുത്തങ്ങ, ഡി. സൈലന്റ് വാലി. കേരളത്തിൽ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമുള്ള ദേശീയോദ്യാനം ഏത്? ഉത്തരം ഡി. സൈലന്റ് വാലി. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത്? എ. തൂത്തുപുഴ, ബി. പമ്പ, സി. പെരിയാർ, ഡി. ഭാരതപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത്? ഉത്തരം എ. തൂത്തുപുഴ. ഏറ്റവും കൂടുതൽ ജൈവവൈവിധ്യം നിറഞ്ഞ കേരളത്തിലെ ദേശീയോദ്യാനം ഏത്? എ. പേപ്പാറ, ബി. സൈലന്റ് വാലി, സി. ഇരവികുളം, ഡി. മുത്തങ്ങ. ഏറ്റവും കൂടുതൽ ജൈവവൈവിധ്യം നിറഞ്ഞ കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏത്? ഉത്തരം ബി. സൈലന്റ് വാലി. കാളീശ്വരം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏതു നദിയിലാണ്? എ. ഗോദാവരി, ബി. കൃഷ്ണ, സി. നർമ്മദ, ഡി. കാവേരി. കാളീശ്വരം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഉത്തരം എ. ഗോദാവരി. മഴവില്ലിൻ്റെ പുറം വക്കിൽ കാണുന്ന നിറം ഏത്? എ. വയലറ്റ്, ബി. ചുവപ്പ്, സി. ഓറഞ്ച്, ഡി. നീല. മഴവില്ലിൻ്റെ പുറം വക്കിൽ കാണുന്ന നിറം ഏത്? ഉത്തരം ബി. ചുവപ്പ്. വിംബിൾഡൺ ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്? എ. ക്രിക്കറ്റ്, ബി. ടെന്നീസ്, സി. ചെസ്, ഡി. ഫുട്ബോൾ. വിംബിൾഡൺ ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ബി. ടെന്നീസ്. ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യുവാൻ സാധാരണഗതിയിൽ നിശ്ചയിച്ചിരിക്കുന്ന സമയം എത്ര? എ. 7 ദിവസം, ബി. 21 ദിവസം, സി. 14 ദിവസം, ഡി. 30 ദിവസം. ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യുവാൻ സാധാരണഗതിയിൽ നിശ്ചയിച്ചിരിക്കുന്ന സമയം എത്ര? ഉത്തരം ബി. 21 ദിവസം. ആധുനിക ജനാധിപത്യത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? എ. ബ്രിട്ടൻ, ബി. സ്വിറ്റ്സർലാൻഡ്, സി. റഷ്യ, ഡി. ഇസ്രായേൽ. ആധുനിക ജനാധിപത്യത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത്?
ഉത്തരം എ ബ്രിട്ടൻ. ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പിന് എത്ര മണിക്കൂറുകൾക്ക് മുമ്പ് പരസ്യപ്രചാരണം നിർത്തണം? എ 12 മണിക്കൂർ, ബി 15 മണിക്കൂർ, സി 24 മണിക്കൂർ, ഡി 48 മണിക്കൂർ. ഇന്ത്യൻ തിരഞ്ഞെടുപ്പിന് എത്ര മണിക്കൂറുകൾക്ക് മുമ്പ് പരസ്യപ്രചാരണം നിർത്തണം? ഉത്തരം ഡി 48 മണിക്കൂറുകൾക്ക് മുമ്പ്. സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്നത് എന്ത്? എ കശുവണ്ടി, ബി പപ്പായ, സി ആപ്പിൾ, ഡി കൈതച്ചക്ക. സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്നത് എന്ത്? ഉത്തരം സി കൈതച്ചക്ക. കേരളത്തിലെ പ്രാചീന ബുദ്ധമത കേന്ദ്രമായ ശ്രീമൂലവാസം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? എ ആലപ്പുഴ, ബി മലപ്പുറം, സി പത്തനംതിട്ട, ഡി തിരുവനന്തപുരം. കേരളത്തിലെ പ്രാചീന ബുദ്ധമത കേന്ദ്രമായ ശ്രീമൂലവാസം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം എ ആലപ്പുഴ. ഭക്ഷണപദാർത്ഥങ്ങളിൽ നിന്നും ലഭിക്കാത്ത ജീവകം ഏത്? എ ജീവകം എ, ബി ജീവകം കെ, സി ജീവകം ഡി, ഡി ജീവകം സി. ഉത്തരം സി ജീവകം ഡി. ഒളിമ്പിക്സ് പതാകയിലെ 5 വളയങ്ങളിൽ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? എ ഏഷ്യ, ബി യൂറോപ്പ്, സി ഓസ്ട്രേലിയ, ഡി ആഫ്രിക്ക. ഒളിമ്പിക്സ് പതാകയിലെ 5 വളയങ്ങളിൽ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? ഉത്തരം എ ഏഷ്യ. എല്ലാ മണ്ഡലങ്ങളിലും വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് ആദ്യമായി തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം ഏത്? എ കേരളം, ബി തമിഴ്നാട്, സി കർണാടക, ഡി ഗോവ. എല്ലാ മണ്ഡലങ്ങളിലും വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് ആദ്യമായി തിരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം ഏത്? ഉത്തരം ഡി ഗോവ. കലകളുടെ രാജാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന കലാരൂപം ഏത്? എ ഓട്ടൻതുള്ളൽ, ബി കഥകളി, സി ഒപ്പന, ഡി മോഹിനിയാട്ടം. കലകളുടെ രാജാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന കലാരൂപം ഏത്? ഉത്തരം എ കഥകളി.